ഇറാനുമായുള്ള യുദ്ധം ഇസ്രായേലിൻ്റെ സാമ്പത്തിക മേഖലയിൽ കനത്ത ആഘാതം ഉണ്ടാക്കിയെന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരികയാണ്. ഈ വർഷം ഇസ്രായേലിൽ പ്രതീക്ഷിച്ച സാമ്പത്തിക വളർച്ചയുണ്ടാകില്ല എന്നാണ് കേന്ദ്ര ബാങ്ക് പറയുന്നത്. അതിനാൽ വായ്പാ പലിശ നിരക്കുകളിൽ ഇസ്രായേൽ കേന്ദ്ര ബാങ്ക് മാറ്റം വരുത്തിയിട്ടില്ല. 4.5% പലിശ നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. ആഭ്യന്തര തലത്തിലെയും ആഗോള തലത്തിലെയും അനിശ്ചിതത്വങ്ങൾ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇസ്രായേൽ കേന്ദ്ര ബാങ്ക് പറയുന്നത്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ പതുക്കെയാണ് തിരിച്ചു വരിക എന്ന് വ്യക്തമാക്കുന്ന ബാങ്ക് ഇറാനുമായുള്ള യുദ്ധമാണ് സമ്പദ് വ്യവസ്ഥയ്ക്ക് തിരിച്ചടി ഉണ്ടാക്കിയതിന് പ്രധാന കാരണമെന്നും കൂട്ടിച്ചേർക്കുന്നു. അതേസമയം ഈ സാമ്പത്തിക വർഷം ഇസ്രായേൽ സമ്പദ് വ്യവസ്ഥ 3.3% നിരക്കിൽ വളരുമെന്നും കേന്ദ്ര ബാങ്ക് പ്രവചിക്കുന്നുണ്ട്. നേരത്തെ സമ്പദ് വ്യവസ്ഥയിൽ 3.5% വളർച്ചയുണ്ടാകും എന്നായിരുന്നു പ്രവചിച്ചിരുന്നത്. ഇതിലാണ് 0.2% കുറവ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. 2026-ൽ 4%-നും 4.6%-നും ഇടയ്ക്ക് വളർച്ചയുണ്ടാകും എന്ന പ്രതീക്ഷയും ബാങ്ക് പങ്കുവെക്കുന്നതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേലിൽ പണപ്പെരുപ്പത്തിൽ കുറവുണ്ടായെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ഏപ്രിലിൽ 3.6%-ൽ നിന്നും 3.1%-ആയി കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇസ്രായേൽ സർക്കാർ ലക്ഷ്യത്തിലേക്ക് ഇതെത്തിയിട്ടില്ല. 1%-നും 3%-നും ഇടയ്ക്ക് പണപ്പെരുപ്പം നിർത്തണമെന്നായിരുന്നു ഇസ്രായേൽ ലക്ഷ്യമിട്ടിരുന്നത്. ആഗോള രാഷ്ട്രീയത്തിലെ സാഹചര്യങ്ങൾ പണപ്പെരുപ്പം ഇനിയും ഉയർത്തും എന്ന ആശങ്കയും ഇസ്രായേലിനുണ്ട്. ഡിമാൻഡ് വർദ്ധിക്കുന്നതും അതിനനുസരിച്ച് വിതരണത്തിൽ പുരോഗതി ഉണ്ടാക്കാത്തതും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്നും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾ $300 കോടി നഷ്ടമാണ് ഇസ്രായേലിന് വരുത്തിവെച്ചത്. യുദ്ധോപകരണങ്ങളുടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെയും ചെലവ് ഉൾപ്പെടുത്താത്ത കണക്കാണ് ഇത്. അതായത് ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളിൽ തകർന്ന കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണിക്കുള്ള ചെലവും പ്രാദേശിക ബിസിനസ്സുകാർക്ക് നഷ്ടപരിഹാരം നൽകേണ്ടതും മാത്രമാണ് ഈ കണക്കിൽ വരുന്നത്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും വലിയ തിരിച്ചടി ആ രാജ്യം നേരിടുന്നത്.